ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് GST പാർട്ട് 49 ആണ്. സബ്ജക്റ്റ് GSTR 3B ഫയലിംഗ്. നമുക്കറിയാം GSTയിൽ 2 മന്ത്ലി റിട്ടേണുകളാണുള്ളത്. ഒന്ന് നമുക്കറിയാം GSTR 1, സെക്കൻഡ് GSTR 3B. GSTR 1 എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈയും ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയും ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള ഒരു റിട്ടേൺ ആണ് GSTR 1. എന്നാൽ GSTR 3B എന്ന് പറയുന്നത് ആ ലയബിലിറ്റിയിൽ നിന്ന് നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനുള്ളത് കിഴിച്ച് ഇനി ടാക്സ് അടക്കാനുണ്ടോ, ടാക്സ് ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഫോമാണ് GSTR 3B. ഇതിൻ്റെ അകത്ത് GSTR 1 ഫയൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഇതിനു മുമ്പെയുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നോക്കുന്നത് GSTR 3B, എസ്പെഷ്യലി ടാലി ഡാറ്റ ഉപയോഗിച്ച് ചെയ്യുന്നവർ എങ്ങനെയാണ് GSTR 3B ഫയൽ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിവരിക്കുന്നത്. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. നോക്കുക, GSTR 3B ഫയലിംഗ് ടാലി ഡാറ്റ. നമ്മൾ ഇവിടെ ഒരു 12 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പല ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കുള്ള ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആയിരിക്കും. നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അതിൽ വളരെ ഏക്കുറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഡാറ്റകൾ വരണം. ഏക്കുറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു പർട്ടിക്കുലർ മന്തിൽ എത്ര സെയിൽ ബില്ലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ ഔട്ട്വേർഡ് ടാക്സ് സപ്ലൈ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി വരുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് അത് കണക്ക് കൂട്ടുക, അക്കൗണ്ട് ചെയ്യുക, ഡോക്യുമെന്റ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ വരുന്നത് പർച്ചേസും അതുപോലെ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാസ് ആണ്. അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഇൻപുട്ട് വരുന്നത്. ഔട്ട്പുട്ട്, അതായത് സെയിൽ ബില്ലിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, പർച്ചേസ് ബില്ലും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതാത് മാസത്തെ എക്സ്പെൻസും വളരെ ഏക്കുറേറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുക. അതിലെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എലിജിബിൾ ഇൻപുട്ട്, അത് ആ എലിജിബിൾ ഇൻപുട്ട് എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് GSTR 2B പ്രിന്റ് ഔട്ട് എടുത്ത് അതിൽ വരുന്ന എലിജിബിൾ ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലും എലിജിബിൾ ഇൻപുട്ട് ആയിട്ട് വരേണ്ടത്. അങ്ങനെ വളരെ ഏക്കുറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ GSTR 1 റിട്ടേൺ പ്രിപ്പയർ ചെയ്യാനും ഫയൽ ചെയ്യാനും. അതുപോലെ തന്നെ വളരെ ഏക്കുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ്, അതായത് നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു ഡാറ്റ വന്നു സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1 വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊന്ന് കാണിച്ചു, 3B എത്തുമ്പോഴേക്ക് വീണ്ടും ചേഞ്ച് ചെയ്തു. ഇങ്ങനെ ഒരു ഡീവിയേഷനും വരാൻ പാടില്ല. വളരെ ഏക്കുറേറ്റ് ആയിരിക്കണം. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കറക്റ്റ് ഡാറ്റാസ് വരണം. അതേ ഡാറ്റ തന്നെ വേണം എവിടെ വരാൻ, GSTR 1 നിങ്ങളെ ഫയൽ ചെയ്യുമ്പോൾ വരേണ്ടത്. സെയിം ഡാറ്റ തന്നെ വേണം ഇവിടെ GSTR 3Bയിലും വരേണ്ടത്. ഇനി തൊട്ടിട്ട്, അതായത് ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണ് വരേണ്ടത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വരേണ്ടത്. പക്ഷെ ഇപ്പോഴും വളരെ കാര്യമായിട്ട് ഞാൻ എടുത്തു പറയുന്നത് വെച്ചാൽ, നമുക്കറിയാം കഴിഞ്ഞ ഡിസംബറിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ 94/2020 നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഡാറ്റാസ്, അതായത് 1 ഡിക്ലെയർ ചെയ്ത ഡാറ്റയും 3Bയിൽ ഡിക്ലെയർ ചെയ്തതും ബുക്സും ഒക്കെ മാറി മറിഞ്ഞു കഴിഞ്ഞാൽ അത് GST ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഇനി ക്ലാരിഫിക്കേഷൻ ഒന്നും ചോദിക്കില്ല. നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് അവിടെ തീർന്നു എന്നർത്ഥം. നിങ്ങൾക്ക് പിന്നെ ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കഴിയില്ല. കാരണം നിങ്ങളുടെ രജിസ്ട്രേഷൻ അവിടെ ക്യാൻസൽ ആയിരിക്കുന്നു. അപ്പം അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഏറ്റവും ബേസ് നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. അത് നിങ്ങളുടെ പർച്ചേസ് ആവട്ടെ, സെയിൽസ് ആവട്ടെ, അതായത് ഔട്ട്വേർഡ് സപ്ലൈ ഇൻവേർഡ് സപ്ലൈയും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് വെച്ച് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വെച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, GSTR 1 പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ 3 പ്രിപ്പയർ ചെയ്യാനും. ഇത് രണ്ടും കൂടിയിട്ടാണ് നിങ്ങളുടെ GSTR 9, അതായത് പല ഡാറ്റാസും നമുക്കറിയാം ഓട്ടോ പോപ്പുലേറ്റഡ് അവിടെ വരും. നമ്മൾ ആ 9 ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ അകത്ത് ഡാറ്റാസ് ഒക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വേണം ഫയൽ ചെയ്യാൻ. ഇനി ഓട്ടോ പോപ്പുലേറ്റഡ് എന്നുള്ള വേർഡ് പറയുമ്പോൾ നമുക്കറിയാം നവംബർ ഓൺവേർഡ്സ്, എനിക്ക് തോന്നുന്നു നവംബർ ഓൺവേർഡ്സ് GSTR 3Bയും ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ പറയാറുണ്ട്, 3Bയും ഓട്ടോ പോപ്പുലേറ്റഡ് ആയി. ഇനി വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടു, ഫയൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ
നോക്കുക. ആ ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള PDF നിങ്ങൾ അതെടുത്ത് തുറന്നു നോക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ഓൺലി ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് പർപ്പസ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അറിവിലേക്കുള്ള കാര്യം മാത്രമാണ്, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റാസ് ആണ് ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഓരോ ഡാറ്റാസും ഏക്യുറേറ്റ് ആണെന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തണം. അതായത് സെയിൽസ് എന്താണ് നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ മന്തിൽ എത്ര ബില്ലാണ് സെയിൽസ് ബില്ലായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്, അതിന് ഇനി എന്തെങ്കിലും സെയിൽസ് റിട്ടേൺ ഉണ്ടോ, അത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് വളരെ ഏക്യുറേറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യണം. അതുപ്രകാരം അതാത് മാസത്തെ ടാക്സ് ലയബിലിറ്റി ഡിക്ലെയർ ചെയ്യണം, കൺഫേം ആക്കണം. അത് തന്നെയായിരിക്കണം നിങ്ങളുടെ GSTR 1 വരുന്നതും 3B ഡിക്ലെയർ ചെയ്യുന്നതും ഒക്കെ. അതിൽ മാറ്റം വരാൻ പാടില്ല. അതുപോലെ തന്നെ എന്താണ് പർച്ചേസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസുകളുടെ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നതൊക്കെ 2B ഡൗൺലോഡ് ചെയ്യുക. പഴയ റിപ്പീറ്റ് ചെയ്തു പോയ, അതായത് GSTR 2A നിന്ന് 2B കയറി വരുമ്പോഴേക്ക്, മാറ്റം വരുമ്പോഴേക്ക് നിങ്ങൾ ചിലപ്പോൾ മുമ്പ് എടുത്തു പോയ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഡബിളായിട്ട് എടുത്ത് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് 2B വരുന്ന എലിജിബിൾ ഇൻപുട്ട് മാത്രം ക്ലെയിം ചെയ്യുക. അത് പ്രകാരം വേണം ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പറഞ്ഞു ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള 3B വന്നിട്ടുണ്ട്. നിങ്ങൾ അതും എന്ത് ചെയ്യണം, വളരെ ഈ നിങ്ങളുടെ ലൈവായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഡോക്യുമെന്റ്സും ഡാറ്റാസും വെച്ചിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് വേണം ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു 12 സ്റ്റെപ്പാണ് ഇവിടെ പറയുന്നത്. ആദ്യം ടാലിയിൽ എങ്ങനെയാണ്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഡാറ്റ ആക്യുറേറ്റ് ആയിട്ട് കണ്ടെത്തുന്നത് എന്നും, അതിനുശേഷം 2B ഡൗൺലോഡ് ചെയ്യേണ്ടതും, അല്ലെങ്കിൽ ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള 3B ആയിട്ട് അത് കമ്പയർ ചെയ്യേണ്ടതും, അതിനുശേഷം ആണ് സൈറ്റിൽ GST സൈറ്റിൽ എങ്ങനെയാണ് 3B ഫയൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് ഇവിടെ നിങ്ങളായിട്ട് GSTR ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഷെയർ ചെയ്യുന്നത്. നോക്കുക, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. വേണ്ട പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ക്ലാരിറ്റി വരുത്തേണ്ടടുത്ത് ക്ലാരിറ്റി വരുത്തുക. കാരണം വെച്ചാൽ പല രീതിയിൽ ചെയ്യുന്നുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ GSTR 3B ഓട്ടോ പോപ്പുലേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് പോകുന്നവരുണ്ടാകും. കാരണം മുമ്പ് GSTR 9 അങ്ങനെ ഫയൽ ചെയ്ത് എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിരന്തരം ക്ലാരിഫിക്കേഷൻ ചോദിച്ചുകൊണ്ട് അതിൽ ക്രമക്കേടുകൾ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് നോട്ടീസ് വന്നേരാണ് അവർക്ക് മനസ്സിലായത്. അവിടെ വന്നത് ഓട്ടോ പോപ്പുലേറ്റഡ് എന്ന് പറഞ്ഞത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്ന് പറയാനല്ല, അവിടെ എന്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ പോപ്പപ്പ് മെസ്സേജ് ഒക്കെ കാണും. സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ അത് ശരിയെന്നല്ല, അത് ആ ഫയലിംഗ് സിസ്റ്റം ക്ലിയർ ആയി എന്നുള്ളതാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നിങ്ങൾക്ക് തന്നെയാണ്. അവിടെ നോക്കുക സ്റ്റെപ്പ് വൈസ് എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ടാലിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവുക, അവിടുന്ന് റിപ്പോർട്ട്സ് എന്ന സ്ഥലത്തേക്ക് വരിക. ആ റിപ്പോർട്ട്സിന്റെ താഴെ തന്നെ ഡിസ്പ്ലേ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഒരു പേജിലേക്ക് പോകും. ആ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ GST എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ GSTR 3B എന്നൊരു ഓപ്ഷൻ കൂടി കിട്ടുന്ന സ്ഥലത്താണ് നിങ്ങൾ എത്തുക. അവിടെ GSTR 3Bന്റെ അടുക്ക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ GSTR 3B റിട്ടേൺ സമ്മറി എന്ന് ഒരു പേജ്, റിട്ടേൺ സമ്മറിയുടെ ഒരു പേജ് നിങ്ങൾക്ക് തെളിഞ്ഞു കാണും. അവിടെ Alt F2 എന്നുകൂടി അടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട മന്ത് സെലക്ട് ചെയ്യാം. ക്ലിയർ? അതായത് ഗേറ്റ് വേ ഓഫ് ടാലിയിലെത്തി, അവിടെ നിന്ന് റിപ്പോർട്ട്സിലെത്തി, അവിടെ ഡിസ്പ്ലേ കണ്ടു, അവിടെ ക്ലിക്ക് ചെയ്തു, അവിടെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിലെത്തി, അവിടുന്ന് GST എന്ന് ഹെഡ് കണ്ടു, അവിടെ ക്ലിക്ക് ചെയ്തതിന് GSTR 3B എന്ന് കണ്ടു, അവിടെ ക്ലിക്ക് ചെയ്ത് തരാം GSTR 3B റിട്ടേൺ സമ്മറി എന്ന റിട്ടേൺ സമ്മറി പേജിലേക്ക് പോയി അവിടെ Alt F2 കൊടുത്തു നിങ്ങൾക്ക് വേണ്ട മന്ത് സെലക്ട് ചെയ്തു. അപ്പൊ ആ മന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചെയ്യേണ്ട റിട്ടേൺ ഫയൽ ചെയ്യേണ്ട GSTR 3B ഫയൽ ചെയ്യേണ്ട പർട്ടിക്കുലർ മന്തിലെ ഒരു ഇങ്ങനെയുള്ളൊരു ഡീറ്റെയിൽസ് ഒക്കെയാണ് വരിക. അതായത് ഒരു സീരിയൽ നമ്പർ 3.1 എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ഹെഡ് കാണുക, ഔട്ട്വേർഡ് സപ്ലൈസ് ആൻഡ് ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ് എന്നുള്ള ഒരു ഹെഡാണ് കാണുക 3.1 നേർക്ക്. ഇതെന്താണ്, നമ്മൾ GSTR 1 വേണ്ടിയിട്ട് ഓൾറെഡി എല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയ ഡാറ്റ തന്നെയായിരിക്കും ഇപ്പോഴും വന്നിട്ടുണ്ടാവുക. മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. നോട്ട് എഴുതിയിട്ടുണ്ട്, വി ആർ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ദിസ് എമൗണ്ട് ഫോർ GSTR 1, ജസ്റ്റ് ചെക്ക് ആൻഡ് കൺഫേം. അപ്പോൾ GSTR 1 കൊടുത്ത ഡാറ്റ തന്നെയാണ്. അതായത് ഔട്ട്വേർഡ് സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോട്ടൽ ഔട്ട്വേർഡ് സപ്ലൈയും അതിന്റെ ഔട്ട്പുട്ട് ടാക്സ് CGST, SGST അല്ലെങ്കിൽ IGST എന്നുള്ള രീതിയിലുള്ള
ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുമാണ് ആ ഏരിയയിൽ കാണുക. നമ്മൾ ഓൾറെഡി അത് എന്തിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്, GSTR 1 വേണ്ടിയിട്ട് എടുത്ത് അതിന്റെ പ്രിന്റ് ഔട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് കൺഫേം ആക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അത് കൺഫേം ചെയ്യാം. നമ്മൾ GSTR 1 കൊടുത്ത് തന്നെയാണ്, അത് ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള തന്നെയാണ് GSTR 1 കൊടുത്തിരിക്കുന്നത്. ആ 1 കൊടുത്ത് തന്നെയാണ് GSTR 3Bയുടെ സമയവും സെയിം എമൗണ്ട് തന്നെയാണ്, അതിൻ്റെ അകത്ത് മാറ്റങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അതിനുശേഷം താഴോട്ട് 4th സീരിയൽ നമ്പറിൽ എലിജിബിൾ ITC എന്ന ഒരു ഹെഡ് കാണാം. പിന്നെ വേണ്ടത് അവിടെയാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ITCയുമായിട്ട് ബന്ധപ്പെട്ട കാണാം. അവിടെ 5th പോയിന്റിൽ ഓൾ അതർ ITC എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ ITC ഏതൊക്കെ പാർട്ടി വൈസ് ഡീറ്റെയിൽസ് ആണ്, അതായത് ഇൻവേർഡ് സപ്ലൈയും അതുമായി ബന്ധപ്പെട്ട ഇൻപുട്ട് ഡീറ്റെയിൽസും അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അതായത് പർച്ചേസോ എക്സ്പെൻസോ നിങ്ങൾ ഏതിൻ്റെയൊക്കെയാണ് എലിജിബിൾ ITC എടുക്കാൻ പോകുന്നത്, ആ പാർട്ടി വൈസ് ഡീറ്റെയിൽസും അതിന്റെ എമൗണ്ട് ഒക്കെ അവിടെ ഉണ്ടാവും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുഴുവൻ ഡീറ്റെയിൽസ് കാണാം. അത് പ്രിന്റ് എടുത്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ആ പർച്ചേസ് ബില്ലും അല്ലെങ്കിൽ എക്സ്പെൻസ് ഏതിൻ്റെയൊക്കെയാണ് ITC അത് നമുക്ക് ക്ലെയിമബിൾ ആണോ എലിജിബിൾ ആണോ എന്നൊക്കെ ഒന്നുകൂടി കൺഫേം ചെയ്യാം. കൺഫേം അവർ ഇൻവേർഡ് ടാക്സബിൾ സപ്ലൈ ആൻഡ് എലിജിബിൾ ITC അത് പ്രിന്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, അതായത് പർച്ചേസ് അല്ലെങ്കിൽ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ITCയുടെ ടോട്ടൽ തന്നെയല്ലേ അവിടെ വന്നിട്ടുള്ളത്, അവിടെ അക്കൗണ്ടിങ് എററോ അല്ല വേറൊന്നും ഇല്ലെന്നോ ഒന്ന് കൺഫേം ആക്കുക. അതിനുശേഷം സ്റ്റെപ്പ് 2ലേക്ക് കടക്കുക. അതായത് നമ്മളിപ്പം സ്റ്റെപ്പ് 1 പറഞ്ഞിരിക്കുന്നത് ടാലിയിൽ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്തി ഔട്ട്വേർഡ് സപ്ലൈയുടെ ഓൾറെഡി GSTR 1 വേണ്ടി കണ്ടെത്തിയ ഡീറ്റെയിൽസ് കൺഫേം ചെയ്യുന്നു. 4th സീരിയൽ നമ്പറിൽ വന്ന എലിജിബിൾ ITCയും അത് പാർട്ടി വൈസ് ഇൻവേർഡ് ടാക്സബിൾ സപ്ലൈയും എലിജിബിൾ ITCയും ആക്യുറേറ്റ് ആണെന്ന് കൺഫേം ചെയ്യുന്നു. അതിനുശേഷം സ്റ്റെപ്പ് 2ലേക്ക് കടക്കുന്നു. ഡൗൺലോഡ് GSTR 2B ആൻഡ് കമ്പയർ വിത്ത് എബവ് ITC ഡീറ്റെയിൽസ്. നമുക്കറിയാം GSTR 2B പ്രകാരം ആണ് ഇപ്പോഴ് നമ്മുടെ ITC കൺഫേം ചെയ്യേണ്ടത്. കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് 3Bയിലേക്ക് പോകുന്നത് GSTR 2Bയിലെ ഫിഗർ ആണ്. ആ ഓട്ടോ പോപ്പുലേറ്റഡ് GSTR 3Bയിൽ വരുന്നത് GSTR 2Bയിലെ ITC ആണ്. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ അധികപക്ഷം 9ലേക്ക് പോകുന്നതും ഏതായിരിക്കാം, ഇനി വരുമ്പോൾ 2B പ്രകാരമുള്ള ഡീറ്റെയിൽസ് ആയിരിക്കാം പോവാൻ ചാൻസസ്. അപ്പൊ അവിടെ ഒരു വലിയ ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, 2B ഡൗൺലോഡ് ചെയ്ത് അതിനെ ഫോളോ ചെയ്യുക. 2B പ്രകാരമുള്ള ഇൻപുട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡൗൺലോഡ് GSTR 2B ആൻഡ് കമ്പയർ വിത്ത് എബോവ് ITC ഡീറ്റെയിൽസ്. നമ്മൾ ഇവിടെ ടാലിയിലെ ഡാറ്റ പ്രകാരം ഇവിടെ ഔട്ട്വേർഡ് സപ്ലൈയും ഔട്ട്പുട്ട് ടാക്സും കൺഫേം ചെയ്തിട്ടുണ്ട്, എലിജിബിൾ ITC കൺഫേം ചെയ്തിട്ടുണ്ട്. 2B ഡൗൺലോഡ് ചെയ്തിട്ട് ഈ എടുക്കാൻ സെറ്റിൽ ചെയ്യാൻ പോകുന്ന എലിജിബിൾ ITC 2B പ്രകാരവും ഓക്കെ ആണെന്ന് കൺഫേം ചെയ്യണം. വെരിഫൈ ഹാവ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്. ഈ ബോത്ത് എന്ന് പറയുന്നത് 2Bയിലെ ITCയും നമ്മളുടെ ടാലിയിൽ ഡൗൺലോഡ് ചെയ്ത എലിജിബിൾ ITCയും സെയിം എന്നൊന്ന് ഉറപ്പുവരുത്തുക. മേക്ക് എ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇനി എന്തെങ്കിലും ചെറിയ ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, റീകൺസിൽ ചെയ്ത് കണ്ടെത്തണം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി 3rd സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ യു ക്യാൻ ഡൗൺലോഡ് ഓട്ടോ പോപ്പുലേറ്റഡ് GSTR 3B. നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള GSTR 3B അവൈലബിൾ ആണ് എവിടെ, GST സൈറ്റിൽ. എങ്ങനെയാണ് അത് കണ്ടെത്തുക നോക്കുക. ലോഗിൻ ടു GST പോർട്ടൽ. അവിടെ ലോഗിൻ ചെയ്യുക, GST പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക. റിട്ടേൺ ഡാഷ്ബോർഡിലേക്ക് കിടക്കുക, റിട്ടേൺ ഡാഷ്ബോർഡ്. ഇനി അവിടുന്ന് സെലക്ട് റിട്ടേൺ പീരീഡ്. നമുക്ക് ആ മന്തും ഇയറും കൊടുക്കേണ്ടെടുക്കാം. ഏത് വർഷത്തെ ഏത് മാസമാണ് വേണ്ടത് ആ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. അങ്ങനെ GSTR 3B എന്ന് പറയുന്ന ഒരു ടൈൽ വരുന്ന അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വരുന്ന അവിടെ എത്തും. ആ 3B GSTR 1, GSTR 2B, GSTR 3B എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈലുകൾ ഉണ്ടാവും. അവിടെ ആ GSTR 3Bയുടെ ടൈലിന്റെ താഴെയായിട്ട് സിസ്റ്റം ജനറേറ്റഡ് GSTR 3B എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് ബോക്സ് കാണാം. സിസ്റ്റം ജനറേറ്റഡ് GSTR 3B റെഡ് ബോക്സിൽ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PDF ആയിട്ടുള്ള ഒരു പ്രിന്റ് ഔട്ട് കിട്ടും. ടേക്ക് പ്രിന്റ് ഔട്ട് ആൻഡ് കമ്പയർ. നിങ്ങൾക്ക് ഒരു PDFന്റെ പ്രിന്റ് ഔട്ട് എടുക്കാം. അതും ഏതുമായിട്ട് കമ്പയർ ചെയ്യാം. നമ്മളിപ്പം ടാലിയിൽ നിന്ന് ഔട്ട്വേർഡ് സപ്ലൈയും ഇൻവേർഡ് സപ്ലൈയും ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സ് ഒക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഈ ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വന്ന GSTR 3Bയിലെ ഡാറ്റാസും തമ്മിൽ സെയിം തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം സ്റ്റെപ്പ് 4
മേക്ക് എ GSTR 3B ടാക്സ് കാൽക്കുലേഷൻ ഷീറ്റ്. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സലില് ചെയ്തുകൊണ്ടുള്ള ഒരു GSTR 3B ടാക്സ് കാൽക്കുലേഷൻ ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇത് മുകളിൽ ടാലിയിൽ കിട്ടിയിരിക്കുന്ന സെയിം ഡാറ്റാസ് തന്നെ, എന്നെങ്കിലും നിങ്ങൾക്ക് അത് ഒന്നുകൂടി എക്സലില് ചെയ്തുകൊണ്ട് നിങ്ങളേതായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, അതായത് അതിന്റെ ഈ ടാലിയിൽ കാണുന്ന അല്ലാത്ത രീതിയിലുള്ള, അതായത് ഒന്നാമത് ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈ, ഔട്ട്പുട്ട് ടാക്സ്, അതിന്റെ ടാക്സ് CGST SCST എന്നുള്ള രീതിയിൽ കൊടുക്കുക. ലെസ് ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ നിങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ സെയിലിന്റെ എമൗണ്ടും അതുമായി ബന്ധപ്പെട്ട ടാക്സ് ലയബിലിറ്റിയിലും ചെറിയ മാറ്റങ്ങൾ വരാം. അപ്പം അതിന് താഴെ നിങ്ങൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ട് അതിന്റെ നെറ്റ് എമൗണ്ടിലേക്ക്, നെറ്റ് ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈയും CGST SCST ടാക്സ് ലയബിലിറ്റിയിലേക്കും നിങ്ങൾ എത്തുക, നെറ്റ് എമൗണ്ടിലേക്ക് എത്തുക, നെറ്റ് ടാക്സ് ലയബിലിറ്റിയിലേക്ക് എത്തുക. അതിനുശേഷം താഴെ ഇൻപുട്ട്, എലിജിബിൾ ഇൻപുട്ട് എന്ന് കൊടുത്തുകൊണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ഇനി അവിടെ 2B ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും റീകൺസിൽ ചെയ്യാനുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ നോട്ട്സ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കുക. ആസ് പെർ 2B ഇങ്ങനെ ഇത്രയാണ് ഉണ്ടായത്, സെയിം തന്നെയാണ് ഇവിടെ, നോ ഡിഫറൻസ്. അല്ലെങ്കിൽ GSTR 2B ഇത്രയാണ് ഉണ്ടായിട്ടുള്ളത് ടോട്ടൽ, സപ്പോസ് 10,000. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 8,000 ആണ്. ഇനെലിജിബിൾ ഇൻപുട്ട് 2,000ഓളം ഉണ്ട്. അങ്ങനെ എങ്ങനെയാണ് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള റീസൺ കൂടി താഴെ നോട്ട്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തുകൊണ്ട് നല്ല ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടാക്സ് കമ്പ്യൂട്ടേഷൻ ഷീറ്റ് 3Bക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് GST സൈറ്റിൽ എങ്ങനെയാണ് ഈ GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. നോക്കുക സൈറ്റിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കുക. ലോഗിൻ ടു GST പോർട്ടൽ, GST പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക. ഗോ ടു സർവീസസ്, നിങ്ങൾക്കറിയാം മുകളിൽ അവിടെ ഒരു മെനു കാണാം, അവിടെ സർവീസസ് എന്നെടുക്കുക. ഗോ ടു സർവീസസ്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സർവീസസ്, ഗോ ടു സർവീസസ് എന്നെടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺസ് കാണാം, അവിടെ റിട്ടേൺ ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾക്ക് എത്താം. അവിടെ ഫയൽ റിട്ടേൺസ് പേജിൽ സെലക്ട് ദ ഫൈനാൻഷ്യൽ ഇയർ ആൻഡ് റിട്ടേൺ, അവിടെ സാമ്പത്തിക വർഷം ഏതാണ്, അല്ലെങ്കിൽ ഏത് മാസമാണ്, റിട്ടേൺ ഫയലിംഗ് പീരീഡ് ഏതാണ് എന്ന് നിങ്ങൾ ആ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് എവിടെ സെർച്ച് എന്നെടുക്കുക, ക്ലിക്ക് ചെയ്യണം. ദെൻ യു ക്യാൻ സീ ഹിയർ GSTR 3B ടൈപ്പ്, അതായത് GSTR 3B, GSTR 1, GSTR 2B തുടങ്ങിയ ഡീറ്റെയിൽസ് ഡാറ്റാസ് ഒക്കെ വരുന്ന അവിടെ എത്തും, ആ ഏരിയയിലെത്തും. അവിടെ പ്രിപ്പയർ ഓഫ്ലൈൻ, പ്രിപ്പയർ ഓൺലൈൻ എന്ന് 2 ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ പ്രിപ്പയർ ഓൺലൈൻ എന്നൊക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി അതിനുശേഷം നിങ്ങൾ എത്തുന്നത് ഒരു കുറച്ച് ചോദ്യോത്തരം വരുന്ന ഒരു ഏരിയയിലാണ്. ആൻസർ എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. അവിടെ കുറച്ച് ഇത് വരുന്നുണ്ട്. അതായത് പ്രിപ്പയർ ഓൺലൈൻ എന്ന് പറഞ്ഞ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് ചോദ്യങ്ങൾ അവിടെ വരും. അവിടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ നിൽ റിട്ടേൺ ആണോ ഫയൽ ചെയ്യേണ്ടത് എന്നാണ്. നിൽ റിട്ടേൺ ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, നിൽ റിട്ടേൺ അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കണം. അതായത് A സീരിയൽ നമ്പറിന്റെ നേർക്ക് നിൽ റിട്ടേൺ അല്ലെങ്കിൽ നോ എന്നാണ് വരേണ്ടത്. അതിനുശേഷം B എന്ന ചോദ്യത്തിന് നേരെ നിങ്ങൾ ചെയ്യേണ്ടത് യെസ് എന്നാണ്. കാരണം നോർമലി ഉള്ള ഔട്ട്വേർഡ് സപ്ലൈയും ഉണ്ടോ എന്നുള്ളതാണ്. അതായത് 0 റേറ്റഡ് അല്ലാത്ത, നിൽ റേറ്റഡ് അല്ലാത്ത, എക്സംപ്റ്റഡ് അല്ലാത്ത എന്തെങ്കിലും ടേൺ ഓവർ നിങ്ങൾക്കുണ്ടോ എന്നുള്ള ചോദ്യത്തിന് യെസ് എന്നാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഡാറ്റാസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നോർമലി ഉള്ള പർച്ചേസ് സെയിൽ ചെയ്യുന്ന ഒരു ഡീലർ ആണെങ്കിൽ നിങ്ങൾ യെസ് എന്നാണ് കൊടുക്കേണ്ടത്. ഇനി നോർമലി ഉള്ള ഇതിലേക്ക് കടക്കുന്നതാണെങ്കിൽ D, അവിടെ D എന്ന് പറയുന്നത് സീരിയൽ നമ്പർ D എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാനുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ്. അവിടെ യെസ് എന്ന് കൊടുക്കുക. അപ്പൊ നോർമലി ചെറിയൊരു ഫേമിന് വേണ്ട എല്ലാ ഡാറ്റാസും ഓൾമോസ്റ്റ് ആയി. കാരണം അവിടെ ഒരു 5-6 ചോദ്യോത്തരങ്ങളുണ്ട്. അത് നിങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾ എസ് എന്ന് കൊടുക്കണം. കാരണം നിങ്ങൾ അവിടെ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്യേണ്ട ടൈല് നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ നോ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ടൈല് കിട്ടില്ല. അപ്പൊ ആ 5-6-7 ചോദ്യം അത് നിങ്ങൾ വായിച്ച് കൊണ്ട് വേണം ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സപ്പോസ് എനിക്ക് വന്ന 3.1, 3.2 എന്ന് പറയുന്ന അതിനുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കണം. അപ്പോഴേ നിങ്ങൾക്ക് 3.2 എന്ന് പറയുന്ന ടൈല് നെക്സ്റ്റ് പേജിൽ വരും. ക്ലിയർ? അതായത് ആ ചോദ്യോത്തരം മുഴുവൻ വളരെ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് കൊണ്ടുപോകണം എസ് ഓർ നോ എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അപ്പുറം നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽ കൊടുക്കാനുള്ള ടൈൽ അല്ലെങ്കിൽ കോളം
കിട്ടുക. നിങ്ങൾ അത് യെസ് എന്ന് കൊടുത്തില്ലെങ്കിൽ കിട്ടില്ല. ഇനി അത് നോ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പുറം പോകുമ്പോഴേക്ക് അതുണ്ടാവില്ല. നോർമൽ സപ്ലൈയുടെ പേജും ഈ ഇൻപുട്ട് ടാക്സിന്റെ 4 എന്ന് പറയുന്ന ടേബിൾ മാത്രമേ ഉണ്ടാവും. അപ്പൊ ചെറിയൊരു ബിസിനസ് ഫേം ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവും. അത് രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ട ബോക്സുകൾ, അതിന് വേണ്ട ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ടൈലുകൾ അപ്പുറം കിട്ടും. അവിടെയാണ് നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടത്. ഇനിയിപ്പം ഇവിടെ കൊടുത്തു, ഇനി ആ ഡീറ്റെയിൽസ് അപ്പുറം വന്നെടുക്കുക. എൻ്റർ വാല്യൂസ് ഇൻ സെലക്ടഡ് ടൈൽ ആസ് ആപ്ലിക്കബിൾ. ഇനി ആ ബോക്സ് അപ്പുറം കഴിഞ്ഞാൽ നോർമലി ഉള്ള സെയിൽസ് ഉള്ളവരാണെങ്കിൽ നോക്കുക 3.1 ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ആൻഡ് ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ടാലിയിൽ എടുത്തു വെച്ച അതേ ഹെഡുകൾ തന്നെയാണ്, അതേ എമൗണ്ടുകൾ തന്നെയാണ് ഇവിടെയും ഫില്ല് ചെയ്യേണ്ടത്. നോക്കുക എന്താണ് അവിടെ ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുന്നത്. നേച്ചർ ഓഫ് സപ്ലൈസ്, പിന്നെ ടാക്സ്, ടോട്ടൽ ടാക്സബിൾ വാല്യൂ, IGST, CGST, SGST, സെസ് എന്നിങ്ങനെയുള്ള കോളങ്ങളാണ് ഉണ്ടാവുക. അതിൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈസ് ബ്രാക്കറ്റിൽ അതർ ദാൻ 0 റേറ്റഡ്, നിൽ റേറ്റഡ് ആൻഡ് എക്സംപ്റ്റഡ്. അതായത് 0 റേറ്റഡ് അല്ലാത്തത്, നിൽ റേറ്റും എക്സംപ്റ്റഡും അല്ലാത്ത നോർമൽ ടാക്സബിൾ സപ്ലൈ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന്റെ CGST, SGST, ഇനി IGST ഉണ്ടെങ്കിൽ IGST ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നോക്കുക, ഫസ്റ്റ് കോളത്തിൽ ടോട്ടൽ ടാക്സബിൾ വാല്യൂ എന്നാണ് പറയുന്നത്, ബിൽ എമൗണ്ട് അല്ല. ഓർക്കണം, ഇവിടെ ടാക്സബിൾ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ആ ടാക്സബിൾ വാല്യൂന്റെ മുകളിലാണ് ഒരു പെർസെൻറ്റേജ്. ഇപ്പൊ 28% ആണെങ്കിൽ 14, 18 ആണെങ്കിൽ 9 എന്നുള്ള രീതിയിൽ CGST, SGST കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരേണ്ടത്. ഈ ടാക്സബിൾ വാല്യൂന്റെ എമൗണ്ടിന്റെ മുകളിൽ ആ പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ രണ്ടും എമൗണ്ട് ഡിറൈവ് ചെയ്യുന്നത് എന്നർത്ഥം. ക്ലിയർ? ഇനി അതിന് താഴെ ഈ സീരിയൽ നമ്പർ എക്ക് താഴെ ബി ഉണ്ട്. 0 റേറ്റഡ് വേറെ തന്നെ ചോദിക്കുന്നുണ്ട്. 0 റേറ്റഡ് ടാക്സബിൾ സപ്ലൈ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഫില്ല് ചെയ്യുക. ഇനി സി നിൽ റേറ്റഡ് ആൻഡ് എക്സംപ്റ്റഡ്, നിൽ റേറ്റഡും എക്സംപ്റ്റഡ് ആയിട്ടുള്ള ടാക്സബിൾ സപ്ലൈ ഉണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്യുക. ഇനി ഡി RCM, റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. ഇനി ഈ നോൺ GST സപ്ലൈ, നോൺ GST സപ്ലൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ ഫില്ല് ചെയ്യുക. അങ്ങനെയാണ് 3.1 ആ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഫോർത്തിൽ വരേണ്ടത് എലിജിബിൾ ITC. അതിൻ്റെ അകത്ത് സീരിയൽ നമ്പർ പറയുന്നത് ITC അവൈലബിൾ. അതിൻ്റെ അകത്ത് 5th കോളമാണ് ഓൾ അതർ ITC. അവിടെയാണ് നമ്മുടെ ITC ആയി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരിക. അത് ഫില്ല് ചെയ്യുക ആൻഡ് കൺഫേം ചെയ്യുക. എനിക്ക് തോന്നുന്നു ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരുമ്പം ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫിൽഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഈ ITC ഒക്കെ ഫിൽഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അത് ചെക്ക് ചെയ്യാതെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുകയല്ല വേണ്ടത്. കാരണം ഞാൻ പറഞ്ഞു, ഇനി എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ നമുക്കത് ഇങ്ങനെയാണ് എറർ വന്നിരിക്കുന്നത് എന്ന് GST ഡിപ്പാർട്ട്മെന്റിനെ ബോധിപ്പിക്കാനുള്ള ഒരു ചാൻസ് കിട്ടണമെന്നില്ല. കാരണം അതിനേക്കാൾ വലിയൊരു വൈഡ് പവറാണ് GST ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്നത്. എറർ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് ന്യായീകരണം ചോദിക്കാതെ തന്നെ നമ്മുടെ GST രജിസ്ട്രേഷൻ, നമ്മുടെ ബിസിനസ് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് പറ്റും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്പിലൂടെ കടന്നു പോയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതുപ്രകാരം തന്നെയാണ് GSTR 1 GSTR 3 ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഈ ചെക്കിംഗ് ഒക്കെ കടന്നു പോകുന്നത്. അപ്പോൾ എലിജിബിൾ ITC വന്നു. അതിൻ്റെ അകത്ത് 5th ഓൾ അതർ ITCയിലേക്ക് എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ആദ്യം എടുത്തു വെച്ച മാനുവലി ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ ടാലിയിൽ നിന്നും മറ്റുള്ള GSTR 2B ആയിട്ട് കമ്പയർ ചെയ്ത ഇൻപുട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് അത് അവിടെ കറക്റ്റ് തന്നെയല്ലേ, സെയിം ഫിഗർ തന്നെയല്ലേ വന്നിരിക്കുന്നത് എന്ന് നോക്കുക. എന്നിട്ട് കൺഫേം ചെയ്യുക. ഇനി 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത് സേവ് GSTR 3B ആൻഡ് പ്രിവ്യൂ. ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് GSTR 3B എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഒന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം. കാരണം എവിടെയെങ്കിലും ഇനി നമ്മൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും നമ്മുടെ കയ്യിലുണ്ട്. ആ ഡാറ്റാസ് ഒക്കെ ഈ GSTR 3Bയുടെ ഇതിൽ അതുപോലെ തന്നെയല്ലേ വന്നിരിക്കുന്നത് എന്ന് പ്രിവ്യൂ ചെയ്തിട്ടില്ല. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ വല്ലതും തെറ്റ് പറ്റിപ്പോയോ എന്നുള്ളത് കൂടി പ്രിവ്യൂയിലൂടെ ചെക്ക് ചെയ്യാം. 8th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലിക്ക് ഓൺ പ്രൊസീഡ് ടു പേയ്മെന്റ്. അതിനുശേഷം ഓക്കെ, പ്രിവ്യൂ ഒക്കെ ചെക്ക് ചെയ്ത് ഓക്കെ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പ്രൊസീഡ് ടു പേയ്മെന്റ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ലയബിലിറ്റി ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെന്റ് എന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തിപ്പെടുന്ന ഒരു പേജ്, അത് എവിടെയാണ് ക്രെഡിറ്റ് ലെഡ്ജർ ബാലൻസും ക്യാഷ് ലെഡ്ജർ ബാലൻസും ഒക്കെ കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാഷ് ബാലൻസ് ക്യാഷ് ലെഡ്ജറിലുണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ലെഡ്ജറിൽ എത്ര ITC ഉണ്ട് എന്ന് കാണുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ ഏരിയയിലാണ് നിങ്ങൾ എത്തുക. പ്രൊസീഡ് ടു പേയ്മെന്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എത്തുന്നത് അവിടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധാരണ ഉണ്ടാക്കാം എത്ര ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്, എത്ര ITC നമ്മുടെ കയ്യിലുണ്ട്.
അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സെറ്റായിട്ടും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇത് പ്രകാരം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സെറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത് അവിടെ വന്നിരിക്കുന്നത് കറക്റ്റ് തന്നെ അല്ലേ എന്ന് നോക്കണം. അവിടെ അതുപോലെ തന്നെ ലേറ്റ് ഫീ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് അവിടെ വന്നിരിക്കുക. നിങ്ങളത് എൻട്രി ചെയ്യണമെന്നില്ല. ഇതിന്റെ താഴോട്ട് ലേറ്റ് ഫീയുടെ ഒരു ഏരിയ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ലേറ്റ് ഫീ പേയബിൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് എഡിറ്റബിൾ അല്ല. പക്ഷെ ഇവിടെ നമുക്കറിയാം നിങ്ങൾക്ക് GSTR 3Bയിൽ വന്നിരിക്കുന്ന എല്ലാ പ്രീഫിൽഡ് കോളവും എഡിറ്റബിൾ ആണ്. പ്രീഫിൽഡ് ആയിട്ടുള്ള എല്ലാ കോളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷെ ചില സ്ഥലത്ത് ആ കേസർ വെച്ച് എമൗണ്ട് മാറ്റുമ്പോൾ റെഡ് കോളം വരും. അവിടെ പറയും 10% മുകളിലാണ് നിങ്ങൾ എഡിറ്റ് ചെയ്ത വാല്യൂ വരുന്നത് എന്നൊരു അലേർട്ട് ഉണ്ടാവും. അത് ജസ്റ്റ് അലേർട്ട് മാത്രമാണ്. നിങ്ങളുടെ റിയൽ ഫിഗർ ഈ കറക്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട് തന്നെയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റുക തന്നെ വേണം. അല്ലാണ്ട് അവിടെ റെഡ് കോളം വരുന്നത് അതുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്മാറുകയല്ല വേണ്ടത്. എങ്ങനെയെങ്കിലും എറർ പറ്റി, അതായത് വേറൊരു രീതിയിലാണ് നിങ്ങളുടെ പ്രീഫിൽഡ് അല്ലെങ്കിൽ ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള 3Bയിൽ എമൗണ്ട് വന്നിരിക്കുന്നത്, അത് കറക്റ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണം. പക്ഷെ നിങ്ങൾക്ക് അലേർട്ട് വരും. ആ എമൗണ്ട് നിങ്ങൾ ആദ്യം അവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഡാറ്റാബേസിൽ വന്നിരിക്കുന്ന എമൗണ്ടിനേക്കാൾ 10% കൂടുതലാണെങ്കിൽ ഒക്കെ അവിടെ അലേർട്ട് മെസ്സേജ് വരും. പക്ഷെ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന വേണം. ഇനി അവിടെ പറഞ്ഞല്ലോ, അവിടെ ക്യാഷ് ലെഡ്ജർ ബാലൻസും ക്രെഡിറ്റ് ലെഡ്ജർ ബാലൻസും കാണിക്കും. അതിൻ്റെ അകത്തുനിന്ന് വേണം നിങ്ങൾ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴെ സെറ്റ് ഓഫ് ചെയ്തത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അത് ഓക്കെ ആണെങ്കിൽ ഇനിയും അത് സഫീഷ്യന്റ് അല്ലെങ്കിൽ റിക്വയർഡ് ക്യാഷ് ബാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എമൗണ്ട് കാണിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ആ ക്യാഷ് നിങ്ങൾ ക്യാഷ് ലെഡ്ജറിലേക്ക് അടച്ച് ആ എമൗണ്ട് കൊണ്ട് വേണം അത് സെറ്റിൽ ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇൻ കേസ് ഓഫ് ഇൻസഫിഷ്യന്റ് ക്യാഷ് ബാലൻസ് ടു സെറ്റ് ഓഫ് ദ ലയബിലിറ്റീസ്, ചെല്ലാൻ ക്രിയേഷൻ ഫെസിലിറ്റി ഹാസ് ബീൻ പ്രൊവൈഡഡ് ഓൺ ദ സെയിം സ്ക്രീൻ. അപ്പോൾ ഇനിയും ക്യാഷ് അടക്കേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു ചെല്ലാൻ ഫെസിലിറ്റി ഉണ്ട്. അതും വളരെ സിമ്പിളാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻ പേയ്മെന്റ് RTGS ആ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് പോകുക. അപ്പോൾ എത്ര എമൗണ്ടാണ് വേണ്ടത് ആ എമൗണ്ട് ചെല്ലാനും പ്രീഫിൽഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ആ ചെല്ലാനിലൂടെ പൈസ അടക്കമാണ് വേണ്ടത് ക്യാഷ് ലെഡ്ജറിലേക്ക്. അപ്പോൾ അതിനുശേഷം എല്ലാം സെറ്റ് ഓഫ് ക്ലിയർ ആയതിനു ശേഷം, കറക്റ്റ് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, മേക്ക് പേയ്മെന്റ് ബാർ പോസ്റ്റ് ക്രെഡിറ്റ് ലെഡ്ജർ എന്നൊരു ബോക്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് ഒരു മെസ്സേജ് പോപ്പപ്പ് ചെയ്ത് വരും. ഓഫ് സെറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു ഫയൽ എന്നുള്ള ഒരു ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിക്ലറേഷൻ ബോക്സ് വരും. ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ സത്യമാണ്, ക്ലിയർ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഡിക്ലറേഷൻ ബോക്സ് ഉണ്ടാവും. അവിടെ ടിക്ക് കൊടുക്കുക. അതിനുശേഷം സെലക്ട് ഓതറൈസ്ഡ് സിഗ്നേറ്ററി, അവിടെ ഒരു പോപ്പപ്പ് ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങളുടെ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആരാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ടാവും. അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫയൽ വിത്ത് DSC ഓർ EVC, നിങ്ങൾക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ഉപയോഗിച്ചോ ഇത് ഫയൽ ചെയ്യാവുന്നതാണ്. ആ ഫയൽ ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം ഓൾറെഡി GSTR 1 ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണല്ലോ. ആ രീതിയിൽ തന്നെയാണ് ഇതും ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം ആ സൈൻ എന്ന് പറയുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ ആണെങ്കിൽ ആ സൈൻ എന്ന് പറയുന്നവർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ആണെങ്കിൽ ആ OTP കൊടുക്കുന്നതോടുകൂടി ഫയലിംഗ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരും. ഇങ്ങനെയാണ് GSTR 3B ഫയൽ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു പേപ്പർ എടുത്തിട്ട് ഈ സ്റ്റെപ്പുകൾ നോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് നന്നായിരിക്കും. കാരണം ഇത് പല രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഇതിൻ്റെ അകത്ത് എറർ ഫ്രീ ആയിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ പറഞ്ഞു നിങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രകാരമായിരിക്കണം കാര്യങ്ങൾ മുഴുവൻ പോകുന്നത്. നിങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം അതിലെ ഡാറ്റാസ് അടക്കം ഒരേപോലെ വരണം. കാരണം ഇനി വളരെ ടഫായിട്ടുള്ള ഒരു പീരീഡിലൂടെയാണ് പോകുന്നത്. കാരണം എറർ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പം ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതായിരിക്കാം. പർപ്പസ്ഫുള്ളി ഒരു ടാക്സ് ഇവേഷന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കില്ല. ഒരു ടാക്സ് അടക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ചെയ്തതായിരിക്കില്ല. പക്ഷെ അറിയാതെ പറ്റിപ്പോയാൽ പോലും ചിലപ്പം അവർ നമ്മളോട് ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി പോവാം. അതുകൊണ്ട് തന്നെ 3B ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട്, അതായത് 1 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല, 1 അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട് പക്ക കറക്റ്റായിട്ട് ചെയ്യുക. അത് പ്രകാരം തന്നെ GSTR 1 ചെയ്യുക. അതിലെ ഡാറ്റാസ് അവിടെ കൊടുത്തുപോയ അതേ ഡീറ്റെയിൽസ് തന്നെ ഇവിടെ വരണം GSTR 3Bയിലും. അങ്ങനെ എറർ ഇല്ലാത്ത രീതിയിൽ GSTR 3Bയും കൂടി ഫയൽ ചെയ്യുക. കാരണം ഈ 1ഉം 3Bയും വളരെ ക്ലിയർ ആയിട്ട് ഫയൽ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് GSTR 9ഉം കുറച്ചും കൂടി
എളുപ്പമായിരിക്കും, ബുദ്ധിമുട്ട് തോന്നില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.